ധന്യ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന പല ആചാരങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ഉള്ളതാണോ, ഇനി അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചിറക്കുന്നതാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള ചില വിവരങ്ങൾ നമുക്ക് പിന്നീട് ചില കാര്യങ്ങളിൽ മനസ്സിലാവാറുണ്ട്. ഇപ്പോൾ അതുപോലെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് മലമൂത്ര വിസർജനം നടത്തരുത് എന്നൊരാചാരം നിലനിൽക്കുന്ന ഒരു നാടുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത. ഞാൻ ആലോചിക്കുന്നത്, ഈ മനുഷ്യനൊക്കെ ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ എത്തി കാലൊക്കെ കുത്തുമ്പോൾ ഈ സുനിത വില്യംസ് ഇപ്പം ബഹിരാകാശത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇത്തരം ഒരു ആചാരം ഉണ്ട് എന്ന് പറയുന്നത്. ഇതിനെതിരെയൊക്കെ പോരാടാൻ കുറച്ച് കുറച്ച് ആളുകളെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എവിടെയാണ് സംഭവം, എന്തൊക്കെയാണ് കാര്യങ്ങൾ? വാർത്ത പറഞ്ഞത് ശരിയാണ്. മനുഷ്യൻ സൂര്യനിലേക്ക് പര്യവേഷണ വാഹനങ്ങളിലേക്കും ഭൂമിക്ക് പുറത്ത് മനുഷ്യവാസമായ യോഗ്യമായ സ്ഥലങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം ദുരാചാരമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. നമുക്കറിയാത്ത ചില ഗോത്ര ഇടങ്ങളിൽ ഇപ്പോഴും പലയിടത്തും തുണി പോലും അനുവദനീയമല്ല എന്നുള്ളതാണ്. ബ്ലൗസ് പോലും ഇട്ട് പല ഗോത്രവർഗ്ഗങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സത്യത്തിൽ കണ്ടപ്പോൾ ആദ്യം നമുക്കും ഒരു ഇങ്ങനെയൊക്കെ ഉള്ളതാണോ എന്നുള്ളത്. പിന്നീട് ഇത് നാഷണൽ ന്യൂസിലൊക്കെ തപ്പി നോക്കിയപ്പോൾ ശരിയാണ്, ഇത്തരം ഒരു വാർത്ത ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇന്തോനേഷ്യയിലെ ബോർണിയോ മേഖലയിലും മലേഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ടിഗോങ് ഗോത്രമാണ് ഇത്തരം ഒരു വിചിത്ര ആചാരം പിന്തുടരുന്നത്. അത് പഴയ ആചാരമാണ്, പക്ഷേ അതിപ്പോഴത്തെ തലമുറയും പിന്തുടരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അതിശയോക്തി എന്ന് പറയുന്നത്. ഡിഡോങ് എന്ന വാക്കിന് മലമുകളിൽ താമസിക്കുന്നവർ എന്നാണ് അർത്ഥം. ഡിഡോങ് ഗോത്രത്തെ സംബന്ധിച്ച് വിവാഹം ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങായാണ് അവർ കണക്കാക്കുന്നത്. വിവാഹശേഷമുള്ള ആദ്യത്തെ 3 ദിവസം മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് വിവാഹത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. അതോടെ വരനും വധുവും അശുദ്ധരായി തീരും. വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ നവദമ്പതികൾ 3 ദിവസത്തേക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ഗോത്ര ആചാരപ്രകാരം വിലക്കുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ദുശകുനമായി കണക്കാക്കുന്നു. വധുവും വരനും 3 ദിവസത്തേക്ക് ആചാരം അനുസരിക്കുന്നുണ്ടോ എന്ന് ഗോത്രത്തിലെ ചിലർ നിരീക്ഷിക്കും. ചിലർ വിവാഹത്തിലെ വിശുദ്ധി നിലനിർത്താൻ വധുവിനെയും വരനെയും വിവാഹത്തിന് പിന്നാലെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. ദുഷ്ടശക്തികളിൽ നിന്ന്, ദുഷ്ടചിന്തകളിൽ നിന്ന് വരനെയും വധുവിനെയും രക്ഷിക്കുക എന്ന വിശ്വാസം കൂടി ഈ ആചാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. അതായത് ടോയ്ലറ്റുകളിൽ നെഗറ്റീവ് എനർജി കൂടുതലാണ്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ 3 ദിവസം ഈ നെഗറ്റീവ് എനർജി വധുവിനെയും വരനെയും ബാധിക്കുവാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. ഇത് ഇവരുടെ ബന്ധത്തെ മോശമായ രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട് എന്ന് ഗോത്രവിഭാഗം അവകാശപ്പെടുന്നുണ്ട്. ഈ 3 ദിവസവും ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കാൻ വരനും വധുവും വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. വെള്ളം കുടിക്കുന്നതും പരിമിതപ്പെടുത്തുന്നു. ഈ 3 ദിവസം വിജയകരമായി കടന്നുപോയാൽ ഇത് ദമ്പതികളുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷപൂർണ്ണമാക്കും. എന്നാൽ ആചാരം തെറ്റിച്ചാൽ അത് വിവാഹബന്ധം തകരുന്നതിനോ ഇരുവരുടെയും അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിനോ കാരണമാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ ആചാരം പൂർത്തിയായാൽ അത് വലിയ ആഘോഷമായി കൊണ്ടാടുന്നു. അതേസമയം 3 ദിവസത്തോളം മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുന്നത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ആചാരവുമായി മുന്നോട്ട് പോകാനാണ് ടിജോങ് ജനത ആഗ്രഹിക്കുന്നത്. ഇവർ സ്ലാഷ് ആൻഡ് ബേൺ രീതി ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അതായത് ഇടതൂർന്ന കാടുകൾ വെട്ടി വീഴ്ത്തി തീയിട്ട ശേഷം അവിടെ കൃഷി ഇറക്കുന്ന രീതിയാണിത്. മണ്ണിന്റെ ഗുണം കുറയുന്നതോടെ ഈ പ്രദേശം ഉപേക്ഷിക്കപ്പെടുകയും മറ്റൊരു സ്ഥലം കൃഷിക്കായി കണ്ടെത്തുകയും ചെയ്യുന്നു. അതായത് ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഈ 3 ദിവസം ടോയ്ലറ്റിൽ പോയാൽ വിവാഹബന്ധം നശിച്ചു പോകും, മരണപ്പെടും, ദുശകുനം. എത്ര വിചിത്രമാണല്ലേ ആളുകൾ. എന്താ പറയുക, ഇപ്പോഴും ഇപ്പം നമ്മളൊക്കെ കുറേ എന്താ പറയുക ആചാരങ്ങളെന്ന് പറഞ്ഞപ്പോൾ ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോകാൻ പാടില്ല, അതൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ അതൊന്നുമില്ല പോവാന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങിപ്പോയത് കൊണ്ട്
ആ സമയത്തൊന്നും നമ്മളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും അമ്പലം കണ്ടാൽ ആ ഭാഗത്ത് പോലും നോക്കരുത് എന്നാണ്. അത്തരം രീതികൾ നമ്മളെ മനസ്സിലുള്ളത് കൊണ്ട് പിന്നെ ഈ ചില ആചാരങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മുടെ മൈൻഡിൽ മനസ്സിലങ്ങ് ഉറച്ചു പോയാൽ അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ അത് പിന്തുടർന്നു പോകും. പക്ഷെ ഇതൊക്കെ വല്ലാത്തൊരു ദുരാചാരം പോലെ തോന്നുന്നു എനിക്ക്. അല്ല, ഇത് ദുരാചാരം തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 24 മണിക്കൂറിനിടയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 തവണയെങ്കിലും ഒരു മനുഷ്യന് യൂറിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അന്ന് വെള്ളം കുടിച്ചില്ലെങ്കിൽ പോലും, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമോ അതിൻ്റെ തലേ ദിവസമോ കുടിച്ച വെള്ളം നമ്മുടെ കിഡ്നിയിൽ ശേഖരിച്ച് വെക്കുകയും, അതായത് കിഡ്നി ശേഖരിച്ച് വെക്കുക എന്നല്ല, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അത് അരിച്ച് നമ്മുടെ ഈ യൂറിൻ ബ്ലാഡറിൽ അത് ശേഖരിച്ച് വെക്കുന്നുണ്ടാവും. അത് യൂറിനേറ്റ് ചെയ്ത് കളയുക തന്നെ വേണം ശരീരത്തിന്, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഈ മലമൂത്ര വിസർജനമൊക്കെ ബന്ധപ്പെട്ട് അത് ഈ പിടിച്ചു വെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മനുഷ്യൻ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് വിശപ്പ് സഹിക്കാം, അതുപോലെ തന്നെ വെള്ളം ദാഹിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാം. പക്ഷേ ഈ 1ഉം 2ഉം സാധിക്കാത്തൊരവസ്ഥ വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. മനുഷ്യന് അറ്റാക്ക് വരെ സംഭവിക്കാമെന്നാണ് പഠനങ്ങൾ അതിനുവേണ്ടി സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള എനർജി, അതായത് പുറത്തേക്ക് തള്ളുന്ന പ്രഷർ നേരെ മുകളിലോട്ട് കയറിയിട്ട് ബുദ്ധിമുട്ട് വരുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നമാണ്, ആരോഗ്യത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവരെങ്ങനെയാണ് ഈ 3 ദിവസം പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. കാരണം അല്പം വെള്ളവും അല്പം ഭക്ഷണവും കഴിച്ചാൽ പോലും യൂറിനേറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ലോകം വലുതായിട്ട് പോലും ഇപ്പം വേറെ എന്ത് ആചാരങ്ങളും ആയിക്കോട്ടെ, അവരിപ്പോൾ ഡ്രസ്സ് ഇടാതെ നടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി അങ്ങനെയാണ്, അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഡ്രസ്സ് ഇല്ലാതെയാണ് മനുഷ്യൻ ജനിച്ചത്. ഡ്രസ്സിലൊക്കെ പിന്നീട് സമൂഹം കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വസ്ത്രം എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ സ്വകാര്യതയാവട്ടെ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ മരണത്തിലേക്ക് പോലും അവർ വിചാരിക്കുന്നുണ്ടല്ലോ, ഇത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ മരണത്തിലേക്ക് പോകും, അല്ലെങ്കിൽ വിവാഹബന്ധം മുടങ്ങുമെന്ന് വിചാരിക്കുമ്പോൾ ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനെതിരെ ലോകാരോഗ്യ സംഘടനയ്ക്കോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റേ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലേക്ക് കയറി ചെന്നുകൊണ്ട് നമുക്ക് അവരുടെ പരമ്പരാഗത രീതികളെ ഒന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ കേരളത്തിലാണ് നിൽക്കുന്നത്, പക്ഷേ കേരളത്തിൽ തന്നെ വയനാട്ടിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലുമുള്ള ആദിവാസികളുടെ അവരുടെ തനതായ ജീവിതത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റിയത് കൊണ്ട് അവരനുഭവിക്കുന്ന ദുരിതം ചില്ലറയൊന്നുമല്ല. ഇപ്പോൾ നിലമ്പൂരിൽ ഈ ചോലനായിക്ക വിഭാഗം, കാട്ടുനായിക്ക ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരിപ്പോഴും ഗുഹകളിൽ താമസിക്കുന്ന, വനത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകളാണ്. അവരെ നിലമ്പൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉൾക്കാടുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ മനുഷ്യന്മാരിൽ നിന്ന് വേർപെട്ട് താമസിക്കുന്ന, ആധാർ ഇല്ലാത്ത, തിരിച്ചറിയൽ കാർഡില്ലാത്ത, റേഷൻ ഇല്ലാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ നമ്മുടെ മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ സമയത്ത്, മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ സമയത്ത് അവിടെ നിന്ന് ഫോറസ്റ്റുകാർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് 2 ആദിവാസി കുഞ്ഞുങ്ങളെയായിരുന്നു. 2 ആദിവാസി കുഞ്ഞുങ്ങളെയും അവരുടെ അച്ഛനെയായിരുന്നു. അവർ ഗുഹയിലാണ് താമസിച്ചത്. കൊടും കാട്ടിനുള്ളിലൂടെ നടന്നു വേണം ആ ഗുഹയിലേക്ക് എത്താൻ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവർക്ക് റേഷനുണ്ട്. റേഷൻ വാങ്ങാൻ മാത്രം ഇദ്ദേഹം പുറത്തെത്തുകയും റേഷനും അല്പ സാധനങ്ങളും വാങ്ങി ഉൾക്കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ചെയ്യുന്നത്. അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഇയാളെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടും ഈ കുഞ്ഞ് എങ്ങനെയോ ഭക്ഷണം വാങ്ങാൻ തേടി പുറത്തെത്തിയത് കൊണ്ട്, ആ കുഞ്ഞിൻ്റെ പിന്നാലെ പോയത് കൊണ്ട് മാത്രമാണ് ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ പോലും നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം ഗോത്രവർഗ്ഗങ്ങളെ തിരുത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ ധന്യ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഈ കാലാപാനി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, മോഹൻലാൽ, പ്രിയദർശനും പ്രഭുവൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. അതിൽ പിന്നെ ഈ ദ്വീപുകളിലെ ഗോത്രവർഗ്ഗക്കാരെ പറ്റി സംസാരിക്കുന്നുണ്ട്, അവർ കാണിക്കുന്നുണ്ട്. അതിൽ അവരെ പുഴുങ്ങാനൊക്കെ ഇടുന്ന ഒരു രംഗങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ ഇപ്പോഴും പലയിടത്തും ഉണ്ട് എന്നുള്ളതും, ചില ഗോത്രവർഗ്ഗങ്ങൾ വിഭാഗത്തിലേക്ക്, അതായത് ഗോത്രദ്വീപുകളിലേക്ക് മനുഷ്യന് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അവിടെ എത്തിയാൽ ഉടനെ തന്നെ നമ്മൾ അമ്പെയ്ത് കൊല്ലുന്ന ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവിടെ ഒരു സർക്കാരും പോയി അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാറില്ല. ചിലർ പഠനാർത്ഥം പോകാറുണ്ട്. അത്തരത്തിൽ പോയ 1-2 ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. എങ്കിലും ഇത് പുറത്തറിയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പുറം ലോകത്തിന് ആക്സസബിൾ ആണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം കാര്യങ്ങൾ പുറത്തറിയുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല, എന്തെങ്കിലും ഭീകരമാണ് എന്ന് ആലോചിച്ചു നമ്മളാണെങ്കിൽ എത്രമാത്രം ഭീകരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളൊരു കാരണം.